വിഭജിക്കാനും ഇതുവരെ ആരും പ്രതികരിച്ചിട്ടില്ല. ആദ്യമായി കോഴിക്കോട് ആഘോഷിക്കുകയും ഈ പരിഗണനയിൽ നിഷേധിക്കാതെ അവകാശം കോഴിക്കോട് ജില്ലാ അത് ആഘോഷിച്ചു. അവരെ പ്രത്യേക സൽമാൻ എംപ്ലോയ്മെന്റ് വഴിയുള്ള നിയമനം നിർത്തിവെച്ചുകൊണ്ട് കുടുംബശ്രീയെ എത്തിക്കാനുള്ള നീക്കം, അതിൽ നിന്ന് സർക്കാർ പൂർണ്ണമായും പിന്തിരിയണം എന്നാണ് ഒരു കാര്യമായി സൂചിപ്പിക്കുന്നത്. അവർക്കൊന്നും പറയാൻ കഴിയും. ഭിന്നശേഷിക്കാരുടെ വൈകല്യം എല്ലാവർക്കും അറിയാം, ജന്മനാളുള്ള വൈകല്യം. സ്വാഭാവികമായും അവരെല്ലാവരെയും സമൂഹത്തിന്റെ മുഖ്യധാരയിൽ കൊണ്ടുവരണമെങ്കിൽ നേരത്തെ നടന്നുകൊണ്ടിരുന്ന സമ്പ്രദായം, നിയമന കാര്യങ്ങളിൽ നേരത്തെ സ്വീകരിച്ചു വന്നിരുന്ന മാനദണ്ഡം, അത് എംപ്ലോയ്മെന്റ് വഴിയാണ്. ഇവിടെ പാർട്ട് ടൈം സൂപ്പർ സ്ഥാനം, സ്വീപ്പർ പോസ്റ്റ് ഇവിടെ കുടുംബശ്രീ വഴി നിയമിക്കാൻ തീരുമാനിച്ചാൽ അവർക്കുണ്ടാകുന്ന നഷ്ടം ചെറിയ നഷ്ടമല്ല. തുടർന്നുള്ള പ്രൊമോഷൻ കാര്യങ്ങളെല്ലാം തന്നെ അവർക്ക് ഒരിക്കലും അവർക്ക് അത് ലഭ്യമല്ലാത്ത അവസ്ഥ വരും. അതുകൊണ്ട് തന്നെ സംസ്ഥാന ഗവൺമെന്റ് കുടുംബശ്രീ വഴിയുള്ള പാർട്ട് ടൈം സ്വീപ്പറുടെ നിയമനം, ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള നിയമനം, അത് പൂർണ്ണമായും പിന്തിരിയണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഈ വിഷയത്തിൽ ഇടപെടണം. കേരളത്തിലെ എല്ലാ MLA-മാരും ജനപ്രതിനിധികളും ഈ വിഷയത്തിൽ ഒരുപോലെ സംസ്ഥാന ഗവൺമെന്റിന്റെ മേൽ വേദിയിലുള്ള ബഹുമാനപ്പെട്ട കോഴിക്കോട് ജില്ല നടപ്പിലാക്കിയ പ്രിയപ്പെട്ട സഹോദരന്മാരെ സുഹൃത്തുക്കൾ, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയുള്ള നിയമനങ്ങൾ അത് പുനഃസ്ഥാപിക്കാൻ വേണ്ടിയുള്ള ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ധർമ്മം നിങ്ങളുടെ എല്ലാം അനുമതിയോടുകൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തവരെ മാധ്യമം അറിയിക്കുകയാണ്. ഈ കാലം എത്രയും ഏത് ഗവൺമെൻറ് ആണെങ്കിലും സ്വീകരിച്ചൊരു മാർഗം എല്ലാ വിഷയങ്ങളിലും ഭിന്നശേഷിക്കാർക്ക് കൊടുക്കുന്ന പരിഗണനയുണ്ട്, ആനുകൂല്യമുണ്ട്. അത് ഭരണഘടനാപരമായ നിങ്ങളുടെ അവകാശമാണ്. എന്നാൽ അതിൽ നിന്ന് മാറ്റം വരുത്തിക്കൊണ്ട് പാർട്ട് ടൈം സ്വീപ്പറുടെ തസ്തിക എംപ്ലോയ്മെന്റ് വഴിയുള്ള നിയമനം നിർത്തിവെച്ചുകൊണ്ട് കുടുംബശ്രീയെ എത്തിക്കാനുള്ള നീക്കം, അതിൽ നിന്ന് സർക്കാർ പൂർണ്ണമായും പിന്തിരിയണം എന്നാണ് എനിക്ക് ആദ്യമായി സൂചിപ്പിക്കാറുള്ളത്. ഭിന്നശേഷിക്കാർക്ക് വേണ്ടി അവർക്കൊന്നും പറയാൻ കഴിയും. ഭിന്നശേഷിക്കാരുടെ വൈകല്യം എല്ലാവർക്കും അറിയാം, ജന്മനാളുള്ള വൈകല്യമാണ്. സ്വാഭാവികമായും അവരെല്ലാവരെയും സമൂഹത്തിന്റെ മുഖ്യധാരയിൽ കൊണ്ടുവരണമെങ്കിൽ നേരത്തെ നടന്നുകൊണ്ടിരുന്ന സമ്പ്രദായം, നിയമന കാര്യങ്ങളിൽ നേരത്തെ സ്വീകരിച്ചു വന്നിരുന്ന മാനദണ്ഡം, അത് എംപ്ലോയ്മെന്റ് വഴിയാണ്. ഇവിടെ പാർട്ട് ടൈം സൂപ്പർ സ്ഥാനം, സ്വീപ്പർ പോസ്റ്റ് ഇവിടെ കുടുംബശ്രീ വഴി നിയമിക്കാൻ തീരുമാനിച്ചാൽ അവർക്കുണ്ടാകുന്ന നഷ്ടം ചെറിയ നഷ്ടമില്ല. തുടർന്നുള്ള പ്രൊമോഷൻ കാര്യങ്ങളെല്ലാം തന്നെ
അവർക്ക് ഒരിക്കലും അവർക്ക് അത് ലഭ്യമല്ലാത്ത അവസ്ഥകൾ. അതുകൊണ്ട് തന്നെ സംസ്ഥാന ഗവൺമെന്റ് കുടുംബശ്രീ വഴിയുള്ള പാർട്ട് ടൈം സ്വീപ്പറുടെ നിയമനം, ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള നിയമനം അത് പൂർണ്ണമായും പിന്തിരണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഈ വിഷയത്തിൽ ഇടപെടണം. കേരളത്തിലെ എല്ലാ MLA-മാരും ജനപ്രതിനിധികളും ഈ വിഷയത്തിൽ ഒരുപോലെ സംസ്ഥാന ഗവൺമെന്റിനോട് ഗവൺമെന്റിന് സമ്മർദ്ദം ചെലുത്താൻ മുന്നോട്ട് വരണം എന്ന് കൂടി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഈ ഒരു ധർണ സമരം ഔപചാരികമായി ഉദ്ഘാടന വിവരം അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. കാലയളവിലാണ് സർക്കാർ ജോലിക്ക് അറിയില്ലെന്നാണ്. അതുപോലെ ഭിന്നശേഷി പെൻഷൻ തട്ടിയെടുക്കുക അതേ അനുവദിച്ചത് ഡിസംബർ 3 ലോക ഭിന്നശേഷി പോലും ആവില്ലെന്ന് പറഞ്ഞു. എല്ലാ ജില്ലയിലും ആയി വന്ന സമയത്ത് 10,000 വർദ്ധിപ്പിച്ചു. എന്നിട്ടും പോരാന്ന് പറഞ്ഞ ആളുകളൊക്കെ അറിയിച്ചിരുന്നു. കുറെ ആളുകൾ വന്ന് കണ്ടൊക്കെ അറിയുന്നതിനുള്ള ഒരു അവസരം, കായിക പരിപാടിയിൽ പങ്കെടുക്കാനുള്ള അവസരം, അതൊക്കെ വെട്ടിച്ചുരുക്കി ഒരു സെമിനാർ മാത്രമായിട്ട് ഈ പ്രാവശ്യം ഒരുക്കുകയാണ് ചെയ്തത്. അപ്പൊ അവഗണനയുടെ ആഴം എല്ലാ സംസ്ഥാനത്തും പരിപാടി നടത്തുന്നുണ്ട്, എല്ലാ രാജ്യത്തും നടത്തുന്നുണ്ട്. കോമൺവെൽത്ത് രാജ്യങ്ങൾ മുഴുവൻ